മാത്യു ചന്ദ്രൻകുന്നിൽ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റാണ്. ഫാദർ, മന്ത്രിയുടെ പ്രതികരണം താങ്കൾ കേട്ട് കാണുമല്ലോ. ഒരു പുനർവിചിന്തനത്തിന് സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. AGയുമായി ബന്ധപ്പെട്ട് നിയമോപദേശം ലഭിച്ചതിനു ശേഷം ഇക്കാര്യത്തിൽ സംസാരിക്കാമെന്നാണ് മന്ത്രിയുടെ ഒരു നിലപാട്. എങ്ങനെയാണ് പ്രതികരണം ഈ വിഷയത്തിൽ? മന്ത്രിയുടെ നിലപാടിനെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. കാരണം എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകൾ ഒരു കാരണവശാലും സർക്കാരുമായി സംഘർഷത്തിലേർപ്പെടാന് താല്പര്യപ്പെടുന്നതല്ല. പൊതു താല്പര്യത്തെ കരുതിയാണ് എയ്ഡഡ് മാനേജ്മെന്റുകൾ സർക്കാരിന്റെ തീരുമാനത്തോടും കോടതിയുടെ വിധിയോടും ചേർന്നുകൊണ്ട് ഭിന്നശേഷി സംവരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അത് കാലതാമസം വരുന്നതാണ് പ്രശ്നം. എന്നെങ്കിലും നടപ്പിലാക്കുക എന്നുള്ളതല്ല. അതായത് ഉദ്യോഗാർത്ഥികൾ റിട്ടയർ ചെയ്യുന്നതിന്റെ തൊട്ട് തലേ ദിവസവും നടപ്പിലാക്കിയിട്ട് പ്രയോജനമില്ല. മറ്റ് അവരുടെ ഒപ്പം അപ്പോയിന്റ്മെന്റ് ഗവൺമെന്റ് സ്കൂളുകളിലും മറ്റ് ഇതര സമാന സ്കൂളുകളിലും ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് തുല്യമായിട്ടുള്ള പരിഗണനയും നീതിയും മറ്റുള്ളവർക്ക് ലഭിക്കണം. അത് ലഭിക്കാത്തത് കൊണ്ടാണ് അത് ചോദിച്ച് വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാകുമെന്ന് വേണം കരുതുവാന്. അതുകൊണ്ടാണ് നിപ്പില് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മാറ്റുന്നത്. അത് പ്രശ്നമുള്ള കാര്യമല്ല. നേരായ വഴിയിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഫാദർ, ഇക്കാര്യത്തിൽ മന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കോടതി വിധികൾക്കനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അതുതന്നെയാണ് ഈ വിഷയത്തിൽ സർക്കാർ പ്രവർത്തിച്ചത് എന്നാണ് സർക്കാരിന്റെ ഒരു നിലപാട്. മന്ത്രി പറയുന്നതും അത് തന്നെയാണ്. അതെ, അത് തെറ്റിദ്ധാരണജനകമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയില്ല. ഇത് വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അതായത് കോടതി ആവശ്യപ്പെട്ടത് ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണമെന്നാണ്. നടപ്പിലാക്കാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് എയ്ഡഡ് മാനേജ്മെന്റ് ഏജൻസി പറഞ്ഞാൽ മാത്രമല്ലേ അത് വിഷയത്തിലേക്ക് എത്തുന്നുള്ളൂ. കോടതി പറഞ്ഞതുപോലെയും സർക്കാർ നിശ്ചയിച്ചതുപോലെയും ഞങ്ങൾ സന്നദ്ധമാണ്. പക്ഷേ ഈ അപ്പോയിന്റ്മെന്റ് നടത്തണമെങ്കിൽ അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ കിട്ടണം. അത് കണ്ടുപിടിക്കാന് എയ്ഡഡ് മാനേജ്മെന്റോ സ്വകാര്യ മാനേജ്മെന്റുകൾക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. സർക്കാരാണ് നൽകേണ്ടത്. സർക്കാർ നാളിതുവരെ ആ പട്ടിക തയ്യാറാക്കിയിരുന്നില്ല. 2 ആഴ്ച മുമ്പാണ് ആ പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞത്. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 2 സാധ്യതകളാണ്. ഒന്ന്, അത്രയും എത്ര